ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സന്നസ് വ്ലോഗ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞൊരു ആപ്പിനെ പറ്റിയാണ്. ആ ആപ്പ് എന്തിനുള്ളതെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനലുണ്ടോ? ആ യൂട്യൂബ് ചാനൽ നിങ്ങൾ എത്ര വീഡിയോസ് ഇടുന്നുണ്ട്, അതിൻ്റെ നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് എത്ര പേരുണ്ട്, എത്ര പേര് നിങ്ങളുടെ വീഡിയോസ് കാണുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് വിശദമായിട്ട് ഈ ഒരു ആപ്പിലൂടെ നമുക്ക് അറിയാൻ സാധിക്കും. അപ്പം അതിനായിട്ട് നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങളുടെ ഫോണിൽ യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞ ആപ്പ് ഇല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയി സെർച്ച് ബാറിൽ പോയി യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവിടെ നിങ്ങൾക്ക് യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞൊരു ഇൻ്റർഫേസ് കാണാം. ആ ഇൻ്റർഫേസ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ആപ്പ് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ നേരെ പോയി ഇൻസ്റ്റാൾ ചെയ്യുക. ഇപ്പോൾ ഞാൻ ഓൾറെഡി എൻ്റെ ഫോൺ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഞാൻ നേരെ ഓപ്പണിൽ പോവാണ്. ഓപ്പണിൽ പോയ ശേഷം ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞൊരു പ്രൊഫൈലിലേക്കാണ് നമ്മൾ എൻ്റർ ആകുന്നത്. പിന്നെ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് തൊട്ട് മുകളിലായിട്ട് ഒരു 3 ബാർ കാണാം. അത് നമ്മൾ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് അവിടെ നമുക്ക് അതായത് 5 ഫീച്ചേഴ്സ് കാണാം. അതായത് ഡാഷ്ബോർഡ്, വീഡിയോസ്, പ്ലേലിസ്റ്റ്, കമൻറ്റ്സ്, അനാലിസിസ്. ഇതിൽ ഓരോന്നിനും, അതായത് വീഡിയോസ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എത്ര വീഡിയോസ് നിലവിൽ ഇതുവരെ ചെയ്തിട്ടുണ്ട് അതെല്ലാം നമുക്ക് അറിയാവുന്നതാണ്. പിന്നെ അതിൻ്റെ റേറ്റിംഗ് എന്തേരം കയറിയിട്ടുണ്ട്, അതിൻ്റെ മെസ്സേജ് എന്തേരം വന്നിട്ടുണ്ട്, ഓരോ വീഡിയോസിനെ നമുക്കറിയാൻ പറ്റും. അതിന് ലൈക്ക് എത്ര കിട്ടിയിട്ടുണ്ട്, അതൊക്കെ നമുക്ക് ഓരോ വീഡിയോസിനെ നമുക്കറിയാൻ പറ്റും. പിന്നെ അതിൻ്റെ താഴോട്ട് വരികയാണെങ്കിൽ കമൻറ്റ്സ്, ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് ആരൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് അവരുടെ ഫോട്ടോ അല്ലെങ്കിൽ പേര് സഹിതം നമുക്ക് കാണാവുന്നതാണ്. ഇവിടെ എൻ്റെ വീഡിയോയ്ക്ക് ഇത്രയും പേര് ലൈക്ക് അടിച്ചതും കമൻറ്റ് ചെയ്തിട്ടും ഉള്ളവരാണ് ഇത്രയും പേര്. പിന്നെ അവിടെ തന്നെ പോയി നേരെ ബാക്ക് പോയി അനാലിറ്റിക്സ് ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ ഓവർവ്യൂ ഉണ്ട്, ഡിസ്കവറി ഉണ്ട്, ഓഡിയൻസ് ഉണ്ട്, ഇൻട്രാക്റ്റീവ് കണ്ടൻറ് ഉണ്ട്, പ്ലേലിസ്റ്റ് ഉണ്ട്. നമുക്ക് ഓവർവ്യൂവിൽ നിൽക്കുവാണെങ്കിൽ റിയൽ ടൈം വ്യൂസ്, അതായത് ഇപ്പം നിലവിൽ നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് ഈ സമയം വരെ നമുക്ക് എത്ര വ്യൂസ് ഉണ്ടെന്ന് നമുക്കറിയാൻ പറ്റും. അതാണ് 14, എൻ്റെ 14ആണ്. പിന്നെ അതിൻ്റെ തൊട്ട് താഴെ റിയൽ ടൈം വ്യൂസ്, ലാസ്റ്റ് പബ്ലിഷ്ഡ് വീഡിയോസ്, അതായത് ഏറ്റവും അടുത്തായിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്തേക്കുന്ന വീഡിയോസിന് കിട്ടിയേക്കുന്ന വ്യൂസ്, അതിന് കിട്ടിയേക്കുന്നതാണ്. ഒരു വീഡിയോയ്ക്ക് എനിക്ക് 9, പിന്നെ അതിൻ്റെ താഴെ 1, പിന്നെ അതിൻ്റെ താഴെ 4. പിന്നെ വാച്ച് ടൈം, അതായത് നമുക്കിപ്പോൾ യൂട്യൂബ് ചാനലുണ്ടെങ്കിൽ അതിൻ്റെ വാച്ച് ടൈമാണ് അതായത് യൂട്യൂബ് ചാനൽ നോക്കുന്നത്, സോഷ്യൽ മീഡിയ നോക്കുന്നത്. അപ്പം അത് നമ്മൾ വാച്ച് ടൈം നമുക്ക് എത്ര വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. ഇപ്പോൾ എൻ്റെ ലാസ്റ്റ് 28 ദിവസത്തെയാണ് ഇപ്പം എൻ്റെ വാച്ച് ടൈം മിനിറ്റ്സ് കാണിക്കുന്നത്. 203 മിനിറ്റ്സാണ് എനിക്ക് കാണിക്കുന്നത്. അപ്പോൾ നമ്മളത് 203 ഡിവൈഡ് ബൈ 60 ചെയ്താൽ മതി. അതായത് 1 മിനിറ്റ് എന്ന് പറയുന്ന 60 സെക്കൻഡ്. അപ്പോൾ നമുക്ക് എത്ര മണിക്കൂർ ഇപ്പോൾ വാച്ച് ടൈം ടോട്ടൽ വന്നിട്ടുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. പിന്നെ ഈ യൂട്യൂബ് ചാനലിൽ നിന്ന് നമുക്ക് ഇൻകം കിട്ടുന്നതാണെങ്കിൽ, അതായത് 1000 സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ 1K അടിക്കുമ്പോഴാണ് നമുക്ക് ഗൂഗിൾ ആഡ്സെൻസിന് വേണ്ടി അപേക്ഷിക്കേണ്ടത്. അവരാണ് നമുക്ക് ക്യാഷ് പ്രൊവൈഡ് ചെയ്യുന്നത്, റവന്യൂ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം അതിനുവേണ്ടി അപേക്ഷിക്കണമെങ്കിൽ അവർ നോക്കുന്നത് വാച്ച് ഓവർ ഇത്ര, അതായത് എനിക്ക് കൃത്യമായിട്ട് അറിയാൻ മേല, ഇത്ര സംഖ്യ കഴിയുമ്പോഴാണ് വാച്ച് ഓവർ കിട്ടുന്നത്. ആ വാച്ച് ഓവറും പിന്നെ 1K സബ്സ്ക്രൈബേഴ്സും ആണെങ്കിൽ മാത്രമേ നമുക്ക് യൂട്യൂബിൻ്റെ ഗൂഗിൾ ആഡ്സെൻസിന് വേണ്ടി അപേക്ഷിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ അതിൻ്റെ തൊട്ട് താഴെ വ്യൂസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. വ്യൂസ് ലാസ്റ്റ് 28 ഡേയ്സ്, അതും ഈ കഴിഞ്ഞ അടുത്ത 28 ദിവസത്തെ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 444 വ്യൂസ്. പിന്നെ ആവറേജ് വ്യൂ ഡ്യൂറേഷൻ, പിന്നെ സബ്സ്ക്രൈബേഴ്സ്, എത്ര സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ചാനലിലുണ്ട്. ഇപ്പോൾ എൻ്റെ +40 ആണ് കാണിക്കുന്നത്. പിന്നെ വാച്ച് ടൈം ഫ്രം സബ്സ്ക്രൈബേഴ്സ്, അതായത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്ര പേര് കാണുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്ത് എത്ര പേര് കാണുന്നുണ്ട്.
എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത 69.4% ആൾക്കാർ കാണുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർ 30.6%. ഇത് രണ്ടും നമുക്ക് ഈ ഒരു ആപ്പിലൂടെ നമുക്ക് കാണാവുന്നതാണ്, നമുക്കറിയാവുന്നതാണ്. പിന്നെ ലൈക്സ് എത്ര കിട്ടിയിട്ടുണ്ട്, അത് നമ്മുടെ ഓരോ വീഡിയോയ്ക്കും എത്ര ലൈക്സ് കിട്ടിയിട്ടുണ്ട്, എത്ര ഡിസ്ലൈക്ക് കിട്ടിയിട്ടുണ്ട്, അത് നമുക്കറിയാം. പിന്നെ ടോപ്പ് വീഡിയോസ്, അതായത് നമ്മൾ ഇട്ടേക്കുന്ന വീഡിയോസിൽ ഏറ്റവും ഹൈ പോയേക്കുന്ന, അതായത് ഹൈ പിന്നെ അതിൻ്റെ ലോയ് അങ്ങനെ താഴോട്ട് വരും ഏറ്റവും മുകളിൽ നിന്ന്. എൻ്റെ ആദ്യത്തെ വീഡിയോയ്ക്ക്, അതായത് ഈ അടുത്തിടയ്ക്ക് പോസ്റ്റ് ചെയ്ത വീഡിയോയ്ക്ക് 90 ആണ് കിട്ടിയിരിക്കുന്നത്. 90. അതിൻ്റെ തൊട്ട് താഴെ കാണിച്ചേക്കുന്നത് 72, പിന്നെ അതിൻ്റെ തൊട്ട് താഴെ 37. ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഇതുവഴി ഈ ഓവർവ്യൂ വഴി നമുക്കറിയാൻ പറ്റും. പിന്നെ ഡിസ്കവറി എന്ന് പറഞ്ഞ ഓപ്ഷന് ഇംപ്രഷൻ ക്ലിക്ക് ത്രൂ റേറ്റ്, അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം ഒരാൾ നമ്മുടെ ചാനൽ ഇപ്പോൾ ഒരു യൂട്യൂബ് ഓപ്പൺ ആക്കി കഴിയുമ്പോഴത്തേക്ക് അയാൾ ആദ്യമേ ഒരു വീഡിയോ ഓപ്പൺ ചെയ്തു, ആ വീഡിയോൻ്റെ തൊട്ട് താഴെയായിട്ട് കുറേ വീഡിയോസ് നമുക്ക് കാണാം. അങ്ങനെ കാണുന്ന എത്ര പേരുണ്ട് എന്നൊക്കെ നമുക്ക് ഈ ഇംപ്രഷൻ ക്ലിക്ക് ത്രൂ റേറ്റ് എന്ന് പറഞ്ഞ ഒരു ഇതിലൂടെ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ എൻ്റെ അങ്ങനെ കണ്ടിരിക്കുന്നത് 19% ആൾക്കാരാണ്. അല്ലാതെ നമ്മുടെ ഇപ്പം സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർക്ക് ഹോം പേജിൽ തന്നെ, അവരുടെ ഫോണിൻ്റെ ഹോം പേജിൽ തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അതായത് അവരുടെ സബ്സ്ക്രൈബർ അവരുടെ യൂട്യൂബ് ചാനലുള്ള ആൾ, അവർ സബ്സ്ക്രൈബ് ചെയ്ത ആളുടെ വീഡിയോസ് അന്ന് ദിവസം ഏത് സമയത്ത് വന്നാലും അവർക്ക് അന്നേരം നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ അങ്ങനെ കാണുന്നവരുടെ ഇതിനകത്ത് കാണിക്കും, അങ്ങനെ കാണാൻ മേലാത്തവരുടെ ഇതിനകത്ത് കാണിക്കും. പിന്നെ ട്രാഫിക് സോഴ്സ് ടൈപ്സ്, എക്സ്റ്റേണൽ ചാനൽ പേജസ്, ഡയറക്റ്റ് ഓർ അൺനോൺ, ബ്രൗസ് ഫീച്ചേഴ്സ്, അതർ, അതായത് വെളിയിൽ നിന്ന് എത്ര ശതമാനം ആൾക്കാർ കാണുന്നുണ്ട്. പിന്നെ ചാനൽ പേജസിലൂടെ എത്ര പേര് കാണുന്നുണ്ട്. പിന്നെ ഡയറക്റ്റ് അല്ലെങ്കിൽ അൺനോൺ വഴിയായിട്ട് എത്ര ശതമാനം ആൾക്കാർ കാണുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് ഈ ഒരു ട്രാഫിക് സോഴ്സ് ടൈപ്സിലൂടെ നമുക്ക് അറിയാം. പിന്നെ ടോപ്പ് എക്സ്റ്റേണൽ സോഴ്സസ്, വാട്സാപ്പ്, ഫേസ്ബുക്ക്, അങ്ങനെയുള്ള, അതായത് വാട്സപ്പിൽ കൂടെ, അതായത് നമ്മളിപ്പം ഒരു ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക വാട്സപ്പ് വഴി, ആ ലിങ്കിൽ കൂടെ കയറി കാണുന്ന ആൾക്കാർ എത്ര ശതമാനം ആൾക്കാർ. ഇപ്പം അങ്ങനെ എൻ്റെ വാട്സപ്പിലൂടെ കണ്ടിരിക്കുന്ന 78.6%. പിന്നെ ഫേസ്ബുക്കിലൂടെ ലിങ്ക് വഴി കയറി കണ്ടത് 7.1%. അങ്ങനെ നമുക്ക് ഏതൊക്കെ ആപ്പിലൂടെ ഏതൊക്കെ രീതിയിലൂടെ അവർ നമ്മുടെ വീഡിയോസ് വാച്ച് ചെയ്തിട്ടുണ്ടെന്ന് നമുക്കറിയാൻ പറ്റും. പിന്നെ ഇൻസ്റ്റാഗ്രാം, അതൊക്കെ നമുക്കറിയാൻ പറ്റും. പിന്നെ അതിൻ്റെ തൊട്ട് താഴെ ടോപ്പ് യൂട്യൂബ് സെർച്ച് ടേംസ്, അത് ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്ത് ഇങ്ങനെ വന്നേക്കുന്നത് നമുക്ക് അറിയാൻ പറ്റും. പിന്നെ അതിൻ്റെ തൊട്ട് താഴെ ടോപ്പ് വീഡിയോ സജസ്റ്റിംഗ് യുവർ കണ്ടൻറ്റ്, അതായത് ഏറ്റവും കൂടുതൽ നല്ലൊരു കണ്ടൻ്റ് ഉള്ള ഒരു വീഡിയോ അത് ഏതാണെന്ന് നമുക്കിവിടെ എഴുതി കാണിക്കും. പിന്നെ ടോപ്പ് പ്ലേലിസ്റ്റ് പ്ലേയിങ് യുവർ കണ്ടൻറ്റ്. പിന്നെ ഓഡിയൻസ്, അതായത് ജെൻഡർ, ആദ്യം കാണിക്കുന്നത് ജെൻഡർ, മെയില് ഫീമെയിൽ, മെയിലാണോ കൂടുതൽ കാണുന്നത് അതോ ഫീമെയിൽസാണോ കൂടുതൽ കാണുന്നത് നമ്മുടെ വീഡിയോ. പിന്നെ എത്ര ഏജിനിടയ്ക്കുള്ളവരാണ് നമ്മുടെ വീഡിയോസ് കൂടുതലായി കാണുന്നത്. ഇപ്പോൾ എൻ്റെ പറയുവാണെങ്കിൽ 13 to 17, 13 വയസ്സ് തൊട്ട് 17 വയസ്സുള്ളവരെയാണ് 1% ആൾക്കാർ കാണുന്നത്. പിന്നെ 18 തൊട്ട് 24 വരെയുള്ള വയസ്സുള്ളവർ, അതായത് 86.3% ആൾക്കാർ ആ ഏജിലുള്ളവരാണ് എൻ്റെ വീഡിയോസ് കാണുന്നത്. പിന്നെ ടോപ്പ് കൺട്രീസ്, ഏതൊക്കെ കൺട്രീസിലാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ വീഡിയോസ് കാണുന്നത്. ഇപ്പോൾ എൻ്റെ നോക്കുവാണെങ്കിൽ ഇന്ത്യയിൽ 83.1% ആൾക്കാർ എൻ്റെ വീഡിയോസ് കാണുന്നുണ്ട്. പിന്നെ നല്ല ടൈറ്റിൽ, ടോപ്പ് സബ്ടൈറ്റിൽ ഓർ CC ലാംഗ്വേജസ്, നല്ല ടൈറ്റിൽ കൊടുത്ത് ഒരു വീഡിയോ ഇടുന്നതിന്. പിന്നെ ഇൻട്രാക്റ്റീവ് കണ്ടൻറ്റ്, പിന്നെ പ്ലേലിസ്റ്റ്. ഈ ഓഡിയൻസ്, ഈ ഒരു 3 ഓപ്ഷനാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്: ഓവർവ്യൂ, ഡിസ്കവറി, പിന്നെ ഓഡിയൻസ്. പിന്നെ നേരെ നമ്മൾ ഈ ബാറിൽ തന്നെ പോയി ഡാഷ്ബോർഡിൽ പോവുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എത്ര പേരുണ്ടെന്ന് നമുക്ക് ഇവിടെ തന്നെ
നമ്മുടെ ഇപ്പോൾ എൻ്റെ സെന്നസ് വ്ളോഗ്സ് എന്നാണ് എൻ്റെ ചാനലിൻ്റെ പേര്. അപ്പോൾ എൻ്റെ നിലവിലുള്ള സബ്സ്ക്രൈബേഴ്സ് 39 സബ്സ്ക്രൈബേഴ്സ് ആണെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഇതിനു മുന്നേ 40 സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു, ഒരാൾ കുറഞ്ഞ്. അത് നമുക്ക് ഇവിടെ കാണാവുന്നതാണ്. പിന്നെ നമുക്ക് എത്ര വീഡിയോസ്, അതായത് നമ്മളിപ്പോൾ ഒരു വീഡിയോസ് ഇട്ട് അത് എത്ര, അതായത് ഇപ്പോൾ കഴിഞ്ഞ വർഷം തൊട്ട് ഈ വർഷം വരെയുള്ള വീഡിയോസിൻ്റെ വ്യൂസ് നമുക്ക് അറിയാൻ പറ്റും ഈ ഒരു ആപ്പിലൂടെ. പിന്നെ ഇതിനകത്ത് നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ സെറ്റിങ്സ് വഴി അല്ലാതെ നമുക്ക് എഡിറ്റിംഗ് പറ്റും. അതായത് നമ്മുടെ ഇപ്പം പേരിന് എന്തെങ്കിലും ചേഞ്ചിങ് വന്നാലോ പിന്നെ പ്രൊഫൈൽ പിക്ചർ അത് മാറ്റണമെന്നുണ്ടെങ്കിലോ നമുക്ക് ഇതിനകത്ത് ഓപ്ഷനുണ്ട്. അപ്പോൾ ഇത്രയാണ്. പിന്നെ കമൻസ് എത്ര പേര് നമ്മുടെ കമൻസ്, അത് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരൊക്കെ നമ്മുടെ ഈ ഒരു വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്കറിയാൻ പറ്റും. ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞ ആപ്പിലൂടെ നമുക്ക് വിശദമായിട്ട് അറിയാവുന്നത്. അപ്പം നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ നിങ്ങളിത് മസ്റ്റായിട്ട് നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിടുക. അപ്പം നമുക്ക് നേരെ ഈ യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞ ആപ്പിലോട്ട് കയറുവാണെങ്കിൽ നമ്മുടെ വീഡിയോസ് എത്ര വ്യൂസ് ആയെന്നും എത്ര വാച്ച് ഓവർ ആയെന്നും എത്ര ലൈക്സ് കിട്ടിയിട്ടുണ്ടെങ്കിലും എത്ര ഡിസ്ലൈക്ക് കിട്ടിയിട്ടുണ്ടോ, എത്ര കമൻറ്റ്സ് ആയെന്നും എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്നും ഒക്കെ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. മറ്റാണെങ്കിൽ യൂട്യൂബ് വഴിയാണെങ്കിൽ നമ്മൾ കണ്ടമാനം ഇങ്ങനെ ഓരോന്ന് പെറുക്കി നോക്കണം. അത് മെനക്കേടുമാണ്. അതിൻ്റെ നല്ലൊരു വഴിയാണ് ഇത്, ഈ ഒരു ആപ്പ്. അപ്പോൾ യൂട്യൂബ് ചാനൽ, നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ ഇത് മസ്റ്റായിട്ട് നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇങ്ങനെയൊരു പരിപാടി എൻ്റെ മനസ്സിലേക്ക് വന്നപ്പോൾ നിങ്ങളുമായി ഷെയർ ചെയ്യണമെന്ന് തോന്നി, അങ്ങനെ ഷെയർ ചെയ്തതാണ്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതിൻ്റെ തൊട്ട് താഴെയുള്ള ബെൽ ബട്ടണും കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതുപുത്തൻ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. സോ ഗൈസ്, അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ഗുഡ് ബൈ.